സുരക്ഷാ വാരാചരണ ഭാഗമായി KSEB തിരൂർ ഡിവിഷന് കീഴിലുള്ള ജീവനക്കാർക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. താനൂർ ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി. താനൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പ്രഫുല്ലാൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. മുഹമ്മദ് ജലീൽ എന്നിവർ ക്ലാസ് എടുത്തു. LPG അല്ലെങ്കിൽ ഹൈഡ്രജന്റെ അതല്ലെങ്കിൽ രീതിയിലായിരിക്കും നമ്മൾ ഈ പറയുന്ന വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പാചകവാതകങ്ങളെ ബയോഗ്യാസ് രീതിയിലുള്ള സംവിധാനങ്ങളെ ഏതും നമ്മളെ ഫ്ലൈമബിൾ ആകുന്ന ഏത് രീതിയിലുള്ള ഗ്യാസും എന്താണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര ഗ്രൂപ്പ് പഠിച്ചു? A, B, C. D എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞേക്കാം, മെറ്റൽസ് കത്തുന്നതാണ്. നമ്മുടെ ഈ എന്താ പറയുക സിങ്ക് പോലുള്ള സാധനങ്ങളിൽ അങ്ങനത്തെ നമ്മളൊരു കെമിക്കൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ അങ്ങനെ ഇവിടെ കേസുകൾ കണ്ട് റിപ്പോർട്ട് ചെയ്തത് കണ്ടിട്ടില്ല. ലാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രൂപ്പ് പറയുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ കത്തും. നമ്മൾ മൊബൈൽ ഫോൺ കുത്തിയിടുന്നു, അല്ലെ, ഓവർ ഹീറ്റ് ആവുന്ന അല്ലെങ്കിൽ ഓവർ നൈറ്റ് കുത്തിയിടുന്നു, പെട്ടെന്ന് കുത്തി വെക്കുന്നു, ഫയർ ആവുന്നു, അത് വിരിയിൽ നമ്മുടെ വിരിയിലോ കത്തറിലോ ടർക്കിലൊക്കെ പിടിക്കുന്നു, അത് വളരെ വേഗത്തിൽ വീടിന്റെ ഉള്ളിലേക്ക് ബാക്കി സ്ഥലങ്ങളിലേക്ക്. പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് AC, അല്ലെ. AC ഇതേ രീതിയിലേക്കാണ്. അത് CFC പോലുള്ള ഗ്യാസുകളുണ്ട്, അതിന്റെ എന്തെങ്കിലും രീതിയിൽ ഷോർട്ടേജ് ഉണ്ടായെങ്കിൽ ഓവർ ഹീറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ഫയർ. നമ്മൾ പെരുമ്പടപ്പ് കൊല്ലാന് ശേഷം രീതിയിൽ പെരുമ്പടപ്പ് ഒരു കേസിലായിട്ട് ഇയാൾ 3 പേരെ കണ്ടെന്നാണ് മരിച്ചു. മൊത്തത്തിലൊക്കെ ഒന്ന് വലിയ വാർത്തയൊക്കെ വന്നു, അല്ലെ. അതായത് ഇവരറിഞ്ഞില്ല. അതായത് നമ്മള് മരണം എപ്പോഴും ഈ പേടിയും ഉണ്ടായിട്ട് തന്നെ ആയിക്കൊണ്ട് ഒരു നിർബന്ധമില്ല കേട്ടോ. ഉള്ള റേറ്റ് കൊണ്ട് തന്നെ ആയിക്കൊണ്ട് നിർബന്ധമില്ല. പെട്ടെന്ന് ഈ സാധനം ഫയർ ആകുന്നു, അല്ലെ, നമ്മുടെ ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ ഫെയിലിയർ ആവുന്നു. കട്ടൗട്ട് ഫ്യൂസ് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കേണ്ടത് എന്താണ്? ഏറ്റവും അടുത്ത് കട്ടൗട്ട് ഫ്യൂസിന്റെ തൊട്ടടുത്ത്, അല്ലാതെ കുറെ അത് മാറിയിട്ട് കൊടുക്കാൻ പാടില്ല. എന്താ കൊടുക്കേണ്ടത് അവിടെ? MCBO, MCCBO അല്ലെങ്കിൽ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് എന്ന് പറയുമ്പോൾ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് SFU എന്നാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് നെയിം. അതായത് സ്വിച്ച് ഉണ്ടാവും, ഫ്യൂസും ഉണ്ടാവും. സ്വിച്ച് ഉണ്ടാവും, ഫ്യൂസ് ഉണ്ടാവും. സ്വിച്ച് എന്തിനാണ്? ഓൺ ഓഫ് ആക്കാൻ. ഫ്യൂസ് എന്തിനാണ്? ഒരു പ്രൊട്ടക്ഷന് വേണ്ടി. ഒരു ഷോർട്ട് സർക്യൂട്ട് അകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ ഫ്യൂസ് ഉരുകി പോയിട്ട് അവിടെ സംരക്ഷണം കിട്ടണം. പിന്നെ അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ MCB അല്ലെങ്കിൽ MCCB ACB അങ്ങനെ പോകും. അതായത് ബ്രേക്കറുകൾ. ബ്രേക്കറിനകത്ത് എന്തുണ്ട്? പ്രൊട്ടക്ഷൻ. ഒരു പ്രൊട്ടക്ഷൻ ഉള്ള സംഗതി എന്താ പാടുള്ളൂ? കട്ടൗട്ട് ഫ്യൂസിന് ശേഷം കൊടുക്കാൻ പാടുള്ളൂ. അസിസ്റ്റന്റ് CK സാജൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കലാവതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ.